പാതാളം പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിൽ അന്വേഷണം. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഫോർട്ട് കൊച്ചി സബ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. പാതാളം ബണ്ട് തുറന്നപ്പോൾ രാസമാലിന്യം ഒഴുകിയതാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങാൻ കാരണം എന്നാണ് നിഗമനം. പെരിയാറിൽ രാസമാലിന്യം പുഴയിൽ കലർന്നത് എങ്ങനെയെന്ന് അന്വേഷിക്കുമെന്ന് ജില്ലാ കളക്ടർ കെ ഉമേഷ്. ഫോർട്ട് കൊച്ചി സബ് കളക്ടർക്കാണ് അന്വേഷണ ചുമതല. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും മത്സ്യകർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും കളക്ടർ പറഞ്ഞു. അവിടെ എഫ്ലുവൻറ്റ് റിലീസ് ചെയ്ത എന്തെങ്കിലും ഫാക്ടറീസ് ഉണ്ടോ, എന്തെങ്കിലും സർവിലൻസ് ക്യാമറാസ് മുഖാന്തരം അത് അടിയന്തരമായിട്ട് കണ്ടെത്തി എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. അവരുടെ PCBക്ക് റിപ്പോർട്ട് അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ആക്ഷൻ എടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. സമീപത്തെ ഫാക്ടറിയിൽ നിന്നുള്ള രാസമാലിന്യം പുഴയിൽ കലർന്നതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ ഇടയാക്കിയത്. പാതാളത്തെ ബണ്ട് തുറന്നപ്പോൾ കൂടിക്കിടന്ന രാസമാലിന്യം പുഴയിൽ കലരുകയായിരുന്നുവെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. ബണ്ട് തുറക്കുമ്പോൾ സാധാരണ എടുക്കേണ്ട പ്രിക്കോഷൻ എടുത്തിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം ഈ മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ടിനെ ആധാരമാക്കിക്കൊണ്ട് ഉചിതമായ തീരുമാനമെടുക്കും. ഏലൂർ, വരാപ്പുഴ, ചേരാനല്ലൂർ, കോതാട്, പിഴല, മൂലമ്പിള്ളി തുടങ്ങിയ ഭാഗങ്ങളിലാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ വിവിധ സർക്കാർ ഓഫീസുകൾ ഉപരോധിച്ചു. കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. നമുക്ക് കുറെ നാൾ ഈ കഴിഞ്ഞ നമ്മൾ 2020 തുടങ്ങി നമുക്ക് ഇങ്ങനെ ഇത്തരം ഒരു ഹെവി ഡാമേജ് ഉണ്ടായിട്ടില്ല. നമുക്ക് ഒരു 10 to 20% ഇതുണ്ടായി ഡാമേജ് ഡെത്ത് റേറ്റ് ഉണ്ടായെങ്കിലും ഇത് ടോട്ടൽ ലോസ് ആയിരുന്നു. പെരിയാറിൽ രാസമാലിന്യം കലർത്തിയ വ്യവസായ സ്ഥാപനത്തെ കണ്ടെത്തി നടപടിയെടുക്കണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. റിപ്പോർട്ടർ, കൊച്ചി.